മാഡം, ഒരാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ അല്പം കടന്ന കൈയായി പോയില്ലേ? ഇത് ശാലിനി വിഷ്ണു കളക്ടറായിരിക്കുന്ന ജില്ലയാണ്. ഇവിടെ നല്ലതേ നടക്കാവൂ. നാളത്തെ പ്രതീക്ഷകളാ ഇവിടുത്തെ കുഞ്ഞുമക്കള്. എന്റെ കുട്ടികളിൽ ഒന്നിനെ തൊട്ടാ ചുട്ടുകളയും ഞാൻ. ഹർഷനെ വിശ്വസിച്ച് വന്നതാ ഞാൻ ജീവിതത്തിൽ എന്നോട് തന്നെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും അവൻ എന്നോട് തിരിച്ചു കാണിക്കുന്നില്ലല്ലോ. ഇനിയും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് മണ്ടത്തരമാവൂ. അവൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി വിഷ്ണുവേട്ടനെ ശരിക്കും കല്യാണം കഴിച്ചൊന്ന് ധരിച്ചിട്ടുണ്ടാവോ? ഈ അഡ്രസ് ഇവിടെ തന്നെയാണോ എന്ന് നോക്കാമോ? കാർത്തിക, കെയർ ഓഫ് സത്യഭാമ. വീട്ടുപേര് ഇതെനിക്ക് വന്ന കൊറിയറാ. ഞാനായി കാർത്തിക. ഇതിലൊന്ന് ഒപ്പിട്ടേരെ. എന്തായിരിക്കും ഇതിൽ? കാർത്തിക്, ക്ഷമിക്കണം. എനിക്ക് വേണ്ടി നീ ഇനി കാത്തിരിക്കരുത്. എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. എത്രയും പെട്ടെന്ന് നീ മറ്റൊരു വിവാഹം കഴിക്കുക. അതിപ്പോ നിന്നെ സംരക്ഷിക്കുന്ന ആ വലിയ വീട്ടിലെ ആളെ തന്നെ ആവുകയാണെങ്കിൽ നിനക്ക് പിന്നെ മറ്റൊരു ബന്ധം നോക്കേണ്ടി വരില്ല. കൂടുതലൊന്നും പറയാനില്ല. ഇനി എന്നെ തിരക്കി വരികയോ എൻ്റെ ജീവിതത്തിൽ കരടായി മാറുകയോ ചെയ്യരുത് എന്ന് സ്നേഹത്തോടെ ഹർഷൻ. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ഹർഷന്റെ വരവും പ്രതീക്ഷിച്ചുള്ള ഇരിപ്പ് അവസാനിച്ചു. ഇനി എന്ത്? ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്? അച്ഛനെയും അമ്മയും വെറുപ്പിച്ച് ജയശങ്കറിനെ തഴഞ്ഞ് ഹർഷനെ തേടി വന്നത് ഇങ്ങനൊരു കൊടും ചതി പറ്റാനായിരുന്നോ? ഇതതിലും വലിയ പരീക്ഷണമാണല്ലോ. എന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും എൻ്റെ അടുത്ത് ആരുമില്ലല്ലോ. പ്രതീക്ഷിച്ച കോള് തന്നെ. ഹലോ ഹലോ മനശ്രീ. കാർത്തികേ, നീ കരയുവാണോ? അവൻ ഹർഷൻ എന്നെ ചതച്ചു മനശ്രീ.
ഇത്രയും നാളും ഞാൻ ആർക്കു വേണ്ടിയാണോ കാത്തിരുന്നത് അവൻ എന്നെ ചതിച്ചു, ഭംഗിയായി ചതിച്ചു. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ അവന് വേണ്ടിയല്ലേ എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവനെ കണ്ടെത്തുന്നത് വരെ വിഷ്ണുവേട്ടന്റെ പെണ്ണായിട്ടൊരു അഭിനയം. ആ എന്നെയാ അവൻ ഭംഗിയായിട്ട് ചതിച്ചത്. മറ്റൊരു പെൺകുട്ടിയായിട്ട് അവൻ വിവാഹം കഴിച്ചു. ഞാനിനി എന്ത് ചെയ്യും? പോയി ചാവടി. പ്രാക്ടിക്കലായി ചിന്തിക്കാൻ അറിയാത്ത നിന്നെ പോലുള്ള മന്ദബുദ്ധികളൊക്കെ ഭൂമിക്ക് ഭാരമാവാതെ ചാവുന്നതാ നല്ലത്. മധുശ്രീ, എന്റെ കാർത്തികേ, നീ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനിയുള്ള നിന്റെ നിലനിൽപ്പിന്റെ കാര്യം നോക്ക്. മധുശ്രീ എന്താ ഉദ്ദേശിക്കുന്നത്? നാടും വീടും നാട്ടാരെയും വെറുപ്പിച്ച് നിന്റെ നാട്ടിൽ നിന്ന് നീ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോന്നു. ഇനി ആ കരയിലേക്ക് നിന്നെ ആരും കാലുകുത്താൻ സമ്മതിക്കില്ല. സ്നേഹിച്ചവൻ നിന്നെ നല്ല അന്തസ്സായി കൈയൊഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി അവന്റെ അടുത്തേക്ക് നിനക്ക് പോകാൻ പറ്റില്ല. പിന്നെ നിനക്കിനി നിൽക്കാനുള്ള ഏക സ്ഥലം ഇപ്പൊ നിൽക്കുന്ന ആ സത്യാമ്മയുടെ വീട് തന്നെയാ. അതിനെത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? അഭിനയല്ലേ എല്ലാം. എടി കൊച്ചെ, ഈ അഭിനയവും ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നീ ഈ അഭിനയം നിന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കൂട്ടിച്ചേർക്കാൻ പോകുന്നു. എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് നീ അങ്ങ് ഇടിച്ചു കയറാൻ പോകുന്നു. അവന്റെ ഭാര്യയായിട്ടങ്ങ് കൂടാൻ പോകുന്നുവെന്ന്. അതൊക്കെ നടക്കൂ? വിഷ്ണുവേട്ടന് എന്നെ ഇപ്പൊ സംശയം. ശത്രുവിനെ പോലെയാ. ഹർഷൻ എപ്പോ വരുമെന്ന് കാണുമ്പോഴൊക്കെ ചോദിക്കും. എന്നാ നീ ഇന്നു മുതൽ നിന്റെ ഹർഷന്റെ പേരങ്ങ് മറന്നേക്ക്. എന്നിട്ട് ആ സ്ഥാനത്ത് വിഷ്ണു എന്ന പേരങ്ങ് പച്ചകുത്തിയേക്ക്. സ്നേഹത്തോടെ ഒരു പെണ്ണ് 10 വട്ടം ഒരു പുരുഷന്റെ പേര് വിളിച്ച ഒരു വട്ടമെങ്കിലും അവനെ തിരിഞ്ഞു നോക്കാതിരിക്കാനാവില്ല. അതങ്ങ് രംഭയുടെ കാലം മുതൽ നമ്മള് പെണ്ണുങ്ങളെന്ന വർഗത്തിന് കിട്ടിയിട്ടുള്ള ട്രേഡ് മാർക്കാ. നീയൊന്ന് അറിഞ്ഞു വിളിക്കേ. അവൻ വിളികേക്കോന്ന് അറിയാലോ. അല്ല, ഇതൊക്കെ നടക്കൂ? നടത്തണം. ശാലിനി സത്യാമ്മയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ അവിടെ നടക്കും. പിന്നെ ഇത്രയും വലിയൊരു വീട്, കാറ്, ബന്ധുക്കള്, ഇതൊക്കെ സ്വന്തമാക്കണമെങ്കിലേ കുറച്ചൽപ്പം പണിയൊക്കെ എടുക്കേണ്ടി വരും. എല്ലാം കൈവെള്ളയിൽ കിട്ടിക്കഴിയുമ്പോ ഈ ഉള്ളവളെ മറക്കാതിരുന്നാ മതി. എന്നാൽ ഇന്നു മുതൽ സ്വപ്നം കണ്ടോ, വിഷ്ണു നിന്റേതായിട്ട് മാത്രം മാറുന്ന നിമിഷങ്ങൾ. ഹലോ ഹലോ, അത് ഈശ്വര, ഹർഷൻ. നിന്നെ അവിടെ പിടിച്ചു നിർത്തേണ്ടത് എന്റെ ആവശ്യമാണടി. ഒരു ഹർഷന്റെ ഒപ്പവും നീ അവിടുന്ന് പോകില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ ഇരയാ, ചൂണ്ടയിൽ കൊളുത്തിയിട്ട ഇര. അത് തിന്നേണ്ടവൻ വന്ന് തിന്നുന്നത് വരെ ഈ ഇരയെ ഞാനിങ്ങനെ ഇട്ടോണ്ടിരിക്കും. ഒരു കാര്യം ഉറപ്പാ, എന്റെ ഈ ചൂണ്ടയിൽ നിന്നും നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തൊരു കിടപ്പാ കുഞ്ഞേത്. കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിന് സുഖപ്പെടാനായിട്ട്. ഞാൻ ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മാറ്റി തരാവേ. പൊന്നി ചേച്ചി,
പൊന്നി ചേച്ചി, അയ്യോ കുഞ്ഞെ, എന്താ ഇത്? ഏ, ആ, ഈശ്വര, ഇത്ര പെട്ടെന്ന് സുഖപ്പെട്ടോ? ഏ, സത്യമേ? പൊന്നി ചേച്ചി, ശബ്ദം ഉണ്ടാക്കരുത്, ആരെയും വിളിക്കുകയായിരുന്നു. അയ്യോ കുഞ്ഞെ, അയ്യോ എന്താ? പതുക്കെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിന് അസുഖമൊന്നുമില്ലേ? തൽക്കാലം ഇല്ല. അപ്പോ ഈ കണ്ടതൊക്കെ? കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും പഴയതുപോലെ ഒന്നിക്കണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമില്ലേ? പിന്നെ ഇല്ലാതിരിക്കൂ കുഞ്ഞെ. ഞാൻ മാത്രമല്ല, സത്യാമ്മ ഒഴിച്ച് ഈ വീട്ടിലെല്ലാരും അത് ആഗ്രഹിക്കുന്നതാ. എങ്കിൽ അതിനുവേണ്ടി തന്നെയാ ഞാനിങ്ങനെ കിടക്കുന്നത്. എന്റെ കുഞ്ഞേച്ചിയെ ഈ വീട്ടിലെത്തിക്കാൻ മറ്റൊരു മാർഗവും കണ്ടില്ല ഞാൻ. എന്റെ കുഞ്ഞേച്ചി ഇവിടെ ഇല്ലേ? അത് ഏതോ ഫോൺ വന്നിട്ട് ജോലിസ്ഥലത്ത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. കുറേയധികം ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ആളല്ലേ? അത് 100,000 പ്രശ്നങ്ങളാ എന്റെ കുഞ്ഞേച്ചിയുടെ തലയില്. പിന്നെ ഓരോ ജന്മങ്ങള് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. കാർത്തികയല്ലേ? അതെ, അവളിൽ എന്തൊക്കെയോ ഒളിച്ചുകളികളുണ്ട്. നമ്മളൊന്നും കരുതുന്ന ആളെ അല്ല അവള്. അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഏതോ ഒരു വലിയ കറക്കത്തിപ്പെട്ട അവൾ വന്നു കയറിയിരിക്കുന്നെന്ന്. കറക്കത്തിപ്പെട്ട് മാത്രമല്ല, ആരെയും എളുപ്പത്തിൽ കറക്കിയെടുക്കാനും അവൾ മിടിക്കുക. കാർത്തിക ഒരുപാട് രഹസ്യങ്ങളുമായിട്ടാണ് നടക്കുന്നത്. അവള് പോലും അറിയാതെ അതെല്ലാം ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാവും. അത് പിന്നെ മറ്റാരും അറിയാതെ പൊന്നി ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ കുഞ്ഞെ, ഞാനും. അതിനിപ്പോ ഏറ്റവും പറ്റിയ ആള് പൊന്നി ചേച്ചിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ കാർത്തിക ബാഗൊക്കെ വെച്ചിരിക്കുന്ന റൂമില് ക്ലീൻ ചെയ്യാനെന്ന പോലെ ചേച്ചി കയറണം. എന്നിട്ട് ബാഗും മറ്റു സാധനങ്ങളും ഒക്കെ പരിശോധിക്കണം. ഒരു പക്ഷെ അവളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല. പ്ലീസ് പൊന്നി ചേച്ചി ചെയ്യൂ. ചെയ്യാം കുഞ്ഞെ. ശാലിനി കുഞ്ഞും വിഷ്ണു കുഞ്ഞും ഒന്നിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. പിന്നെ സൂക്ഷിച്ചു വേണം. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ സത്യാമ്മയാ. അതറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ചേച്ചി. എന്താ കുഞ്ഞെ? പിന്നെ എനിക്ക് അസുഖമില്ല എന്നുള്ള കാര്യം ചേച്ചി അല്ലാതെ മറ്റാരും അറിയാൻ ഇടവരരുത്. അയ്യോ അത് വേണ്ട. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് ശാലിനി കുഞ്ഞ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? എന്തിനാ അവരെയൊക്കെ ഇങ്ങനെ? ചേച്ചി, ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. എനിക്ക് അസുഖമില്ലെന്നറിഞ്ഞ ആ നിമിഷം കുഞ്ഞേച്ചിയെ സത്യമ്മ ഇവിടുന്ന് ഇറക്കി വിടും. പിന്നെ ഇനി കുഞ്ഞേച്ചിയാണ് അറിയുന്നെങ്കിൽ പിന്നെ ഈ കള്ളത്തരത്തിനൊന്നും കുഞ്ഞേച്ചി കൂട്ടു നിൽക്കുകയില്ല. ആ നിമിഷം കുഞ്ഞേച്ചി ഇവിടുന്ന് ഇറങ്ങും. കുഞ്ഞേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യം. എങ്കിലേ കാർത്തികയെ ഒഴിവാക്കി അവർക്കൊന്നിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും ചേച്ചി അല്ലാതെ ഇത് മറ്റാരും അറിയരുത്. പ്ലീസ് ചേച്ചി എനിക്ക് സത്യം ചെയ്തു തരണം. വിഷ്ണു കുഞ്ഞിനും ശാലിനി കുഞ്ഞിനും വേണ്ടിയല്ലേ? ഞാൻ ചെയ്യാം.
എങ്കിൽ പോയിട്ട് വാ, ഒരു നിമിഷം പോലും വൈകിക്കണ്ട. ശാലിനി വീട്ടിലേക്ക് വന്നത് എന്തുകൊണ്ട് നന്നായി. അയാൾ അടുത്തുള്ള സ്ഥിതിക്ക് ഏത് വിധേനയും അയാളുടെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയണം. ഇനി വൈകുന്ന ഓരോ നിമിഷവും അപകടമാണ്. ആളിതെവിടെ പോയി? കാലിന് വയ്യെങ്കിലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. മെഡിസിൻസ് ഒക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോ ആവോ? നീലേ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റോരാവോ ഓട്ടുരുളിക്കൊമ്പിൽ കുത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാ മിന്നിപ്പൂവായി കോർത്തതാരോ ചുറ്റും ചീലമ്പോലിയുമായി ചുറ്റി വരും പീലിത്തിന്നൽ സന്ധ്യാനാമം ചൊല്ലിക്കേൾക്കും നേരം നീലേ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റോരാവോ ഓട്ടുരുളിക്കൊമ്പിൽ കുത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാ മിന്നിപ്പൂവായി കോർത്തതാരോ പത്ത് വർണ്ണത്തിരിയിട്ട് കുത്തുവിളക്കാരോ നീട്ടി ഗായത്രി മന്ത്രം ചൊല്ലി ഞാൻ പാരിജാതപ്പൂക്കൾ ചൂടി കൂടി മഞ്ഞിൻ ചേല ചുറ്റി ആരെയോ സ്വപ്നം കണ്ടു ഞാൻ പൂങ്കാറ്റിൻ കൈകൾ തൊട്ടു ലോലാക്കിൻ താളം കേട്ടു പൊൻപൂവിൻ നാടം കണ്ടു തീരാ പൂന്തേനുമുണ്ടോ ലോലമാ പൂവിൽ പീലികൾ കണ്ടു ഞാൻ മേലെ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റോ രാവോ ചുറ്റും ചീലമ്പോലിയുമായി ചുറ്റി വരും പീലിത്തിന്നൽ സന്ധ്യാനാമം ചൊല്ലിക്കേൾക്കും നേരം നാനാ 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 Da